ഓക്കെ, സോ നെറ്റ് എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മറ്റും അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. സോ കൂടുതൽ ടൈം കളയുന്നില്ല, നെറ്റ് കോച്ചിങ് അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അതായത് നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 0.7 പിന്നെ സെലക്ട് ചെയ്തിട്ട് മിനിറ്റ്. ഓക്കെ, സോ ഇഫ് 0.7x is to x in proportion with 15 is to 18 ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ 0.757 ആണ്. 75 ഈസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുതന്നെയാണ് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.75 ഡിവൈഡഡ് ബൈ എക്സ് എന്ന് എഴുതിക്കൂടെ? ഈസ് ഈക്വൽ ടു 15/18 എന്നാണ് അല്ലെ. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥം അല്ലേ. 0.75 ഈസ് ടു എക്സ് ഇൻ പ്രപ്പോർഷൻ വിത്ത് 15 ഈസ് ടു 18 എന്ന് പറയുന്നത് ഇതെന്താണ്? ഇൻ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ് എന്നാണ് അർത്ഥം അല്ലെ. 0.75 ഈസ് ടു എക്സ് എന്തിനോട് ഈക്വൽ ആണ്? 15 ഈസ് ടു 18നോട് ഈക്വൽ എന്നാണ്. ഇതാണ് ആ പ്രപ്പോർഷന്റെ സിമ്പിൾ, ഇതാണ് ഈ പ്രപ്പോർഷന്റെ അർത്ഥം. സോ നമ്മൾ ഈ 0.75 ഈസ് ടു എക്സ് എന്നുള്ളതിനെ എന്താക്കി എഴുതി? 0.75 ഡിവൈഡ് ബൈ എക്സും ഈസ് ഈക്വൽ ടു, പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ആണ്. സോ അത് എഴുതി. 15 ഈസ് ടു 18 എന്ന് പറയുന്നത് 15/18 ആക്കി എഴുതി. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ കിട്ടും അല്ലേ. സോ എന്ത് ചെയ്യാം? ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പോലെ എഴുതാം. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയണ്ട. എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 0.75 ഇൻറ്റു 18 അല്ലെ. ക്രോസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ടാണ് വരിക. സോ ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 15 വരും അല്ലെ. ഇനി പെന്നിന്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റാൻ, അങ്ങോട്ടൊന്ന് താഴ്ത്തിക്കാക്കിയിട്ട് എഴുതാം. ഓക്കെ, സോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു മുന്നത്തെ സ്റ്റെപ്പ് അതേപോലെ എഴുതാം കേട്ടോ. 0.75 ഇൻറ്റു 18 ഡിവൈഡഡ് ബൈ 15 എന്ന് കിട്ടി. ഇനി ഇവിടെ ഈ പോയിന്റ് ഒക്കെ വന്നുകൊണ്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൽട്ട് ആവാം. എല്ലാവർക്കും നല്ല, ചിലവർക്കെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. സോ ഈ പോയിന്റ് റിമൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ശ്രദ്ധിച്ച് കേൾക്കുക. ഈ ഒരു പോയിന്റ് റിമൂവ് ചെയ്യാൻ, ഇവിടെ ന്യൂമറേറ്ററിലാണ് പോയിന്റ് അല്ലേ. സോ ഈ പോയിന്റ് റിമൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ സീറോസ് ആഡ് ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ട് നോക്കുക. അത്രയും ഡിജിറ്റുള്ള സീറോ നമ്മൾ എവിടെ ആഡ് ചെയ്യണം? ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യണം. സോ ഇവിടെ 2 പോയിന്റ് ആണ്, ഇത് 2 ഡെസിമൽ കഴിഞ്ഞിട്ടാണ് പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് ആണ് വരുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 100 എന്ന് കൊടുത്തു. ഓക്കെ, അതോടുകൂടി എന്ത് ചെയ്തു? ഈ പോയിന്റ് അവിടെ ക്യാൻസൽ ആയി. ഇനി ഇവിടെ പോയിന്റ് വെറും 7 ആണെന്നുണ്ടെങ്കിലോ, 0.7 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റേ ഉള്ളൂ. സോ ഇവിടെ ഇൻറ്റു 10 ചെയ്താൽ മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സംഭവം അത്രേ ഉള്ളൂ. ന്യൂമറേറ്ററിൽ പോയിന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി? ഡിനോമിനേറ്ററിൽ 0 ആഡ് ചെയ്താൽ മതി. 0 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്ന ഡിജിറ്റിന്റെ ഒപ്പം 0 ആഡ് ചെയ്യല്ല, ഇൻറ്റു 0 കൊടുക്കുക. ഏത് 10. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെട്ടിക്കുറയ്ക്കാം അല്ലെ. നമുക്ക് മാക്സിമം ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കണം, കാരണം ഇതൊക്കെ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം എടുക്കും. സോ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റും. ഈ 75ഉം 100ഉം നമുക്ക് എന്തിൽ പോണതാണ്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. 75ഉം 100ഉം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് പോവും. എന്തിലാ പോവുക? 25ൽ പോവും. കാരണം 25ഉം 25ഉം 50ഉം 25ഉം 75. സോ 25 ഇൻറ്റു 3 ആണ് എന്ത്? 75. ഈ അതേപോലെ തന്നെ 25 ഇൻറ്റു 4 ആണ് എന്ത്? നമ്മുടെ ഈ പറയുന്നത് 100 എന്ന് പറയുന്നത് അല്ലേ. സോ ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ പറയുന്ന 3ഉം 15ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? 3ഉം 15ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ത് ചെയ്യാം? എത്ര വരിക? 3 15. സോ അത് ക്യാൻസലായി. ഇനി ഈ പറയുന്ന 4ഉം 18 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലേ. 2 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇതാകുമ്പോൾ 2 വരും, ഇതാകുമ്പോൾ എന്ത് വരും? 9 വരും. ഇനി കട്ട് ചെയ്യാണ്ടോ? ഈ പറഞ്ഞ 9 ആണെങ്കിലും 5 ആണെങ്കിലും 2 ആണെങ്കിലും കട്ട് ചെയ്ത് പോകില്ല. സോ 9/10 എന്ന് വന്നു. പക്ഷെ ആൻസറിൽ നോക്കുക, ഓപ്ഷൻസിൽ എന്തില്ല? 9/10 എന്ന ഓപ്ഷൻസിൽ ഇല്ല. സോ നമ്മൾ ഇത് എന്താക്കി മാറ്റണം? ഇതിപ്പോ ഫ്രാക്ഷൻ ആണ്. ഈ ഡിവൈഡ് ബൈ എന്ന് പറഞ്ഞ് എഴുതുന്നത് ഫ്രാക്ഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഡെസിമൽ ആക്കി മാറ്റണം. അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞു, ന്യൂമറേറ്ററിൽ പോയിന്റ് ഉണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് പോകും. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് കൊടുക്കണം. അതായത് ഇത് ഡെസിമലിക്കാണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് കൊടുക്കണം. ഇവിടെ എത്ര 0 ഉണ്ട്? ഈ 0 കളയാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ 1 ഡിജിറ്റ് കഴിഞ്ഞിട്ട് 0 ഇട്ടാൽ പോരെ. ക്ലിയർ അല്ലേ?
ഇവിടെ 9 ഇവിടെ എഴുതാം 9/10 ആണ് നമുക്ക് കിട്ടിയത്. ഇതിനെ ഹരിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ 9 ഹരിക്കണം 10 ഇതിങ്ങനെ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 0 ആണുള്ളത്. സോ ഈ 0 അവിടെ പോകാൻ വേണ്ടിയിട്ട് ഇതിന് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി സപ്പോസ് ഇവിടെ 9/100 ആണെങ്കിലോ എന്ത് ചെയ്യണം? ഇവിടെ ഈ സീറോസ് ക്യാൻസൽ ചെയ്യാൻ 2 സീറോസ് ആണുള്ളത്. സോ ഇവിടെ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ 0.09 ആണ് വരിക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ആൻസർ എന്താണ്? 0.9 ആണ്. നിങ്ങൾക്കിത് ജസ്റ്റ് ഫസ്റ്റ് വട്ടം തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി റിപ്ലൈ അടിച്ചിട്ട് കാണുക. കാരണം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സോ ദ റേഷ്യോ ഓഫ് എ സാലറി ടു ബി സാലറി വാസ് 4:5. അതായത് എയുടെയും ബിയുടെയും സാലറി എന്ന് പറയുന്ന റേഷ്യോ തന്ന കാര്യം നമുക്ക് അതേപോലെ എഴുതാം. A:B സാലറി റേഷ്യോ എത്രയാണ്? 4:5 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ എ സാലറി ഈസ് ഇൻക്രീസ്ഡ് ബൈ 10%. എന്റെ സാലറി നമ്മൾ എന്ത് ചെയ്തു? 10% ഇൻക്രീസ് ചെയ്തു. ആൻഡ് ബി ഈസ് ബൈ 20%. ബിന്റെ സാലറി 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സാലറീസ് നൗ? അവരുടെ ഇപ്പോഴത്തെ റേഷ്യോ എത്രയെന്നാണ്? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി? 4ന്റെ 10% കണ്ട് ആഡ് ചെയ്യണം, 5ന്റെ 20% കണ്ട് ആഡ് ചെയ്യണം, ദെൻ പുതിയ റേഷ്യോ കാണാം. ഇപ്പോൾ ഈ 4ന്റെയും 5ന്റെ ഒക്കെ 10% 20% കാണൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 സീറോസ് ആഡ് ചെയ്യും. 40-50 മാറ്റമുണ്ടോ? ഇല്ല, രണ്ടോടത്തും ഒരേപോലെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് എന്തുതന്നെയാണ് ആൻസർ കറക്റ്റ് തന്നെയാണ് വരിക. എന്തുകൊണ്ട് ഇവിടെ 40-50 വന്നു സംശയം വരും. 4:5 ആണ്. അതിന്റെ പെർസെൻറ്റേജ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? രണ്ടോടത്തും 0 ആഡ് ചെയ്തു. ആൻസർ എന്തുതന്നെയാണ് വരിക? കറക്റ്റ് തന്നെയാണ് വരിക. സംശയമുള്ളവർ എന്ത് ചെയ്യുക? 4/5 ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, 40/50 ഒന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. രണ്ടും എന്തുതന്നെയാണ്? സെയിം തന്നെയാണ്. സോ ഇതിനെ നമ്മൾ എന്താക്കി എഴുതി? 40:50 ആക്കി എഴുതി. ഇനി ഇവിടെ എന്താ പറയുന്നത്? എ സാലറി ഇസ് ഇൻക്രീസ്ഡ് ബൈ 10%. എന്റെ സാലറി എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു 10%. 40ന്റെ 10% എത്ര? 4 ആണ്. ആൻഡ് ബിന്റെ സാലറി ബൈ 20%. ബിന്റെ 10% എത്ര വരിക? 5 ആണ്. അപ്പോൾ 20% 10 ആണ്. എത്ര വന്നു? 44. ഇവിടെ എന്തായി? 60 വന്നു അല്ലേ? 50 10 60. സോ 44:60 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻസിൽ അതില്ല, എന്ത് ചെയ്യണം? ചെറുതാക്കണം. സോ ഇത് രണ്ടുകൊണ്ട് നോക്കുമ്പോൾ എന്തായി? 22:30. എഗെയിൻ ചെറുതാക്കുമ്പോൾ എന്തായി? 11:15 ആണ് ആൻസർ വരിക. ഓപ്ഷൻസിലുണ്ടോ? ഓപ്ഷൻ നമ്പർ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിച്ചാൽ മതി കേട്ടോ. അതുപോലെ ഈ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇപ്പോഴും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്ലാസ്സുകൾ മാത്സിന്റെ ഒക്കെ ബേസിക് ക്ലാസ്സെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ പറ്റും കേട്ടോ. സോ ഫ്രീ ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ. സോ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ കോമ്പൗണ്ടഡ് റേഷ്യോ ഓഫ് 2:3, 6:11 ആൻഡ് 11:2. അപ്പം എന്താണ് ഈ കോമ്പൗണ്ടഡ് റേഷ്യോ അല്ലേ? എന്താണ് ഈ കോമ്പൗണ്ടഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ കേട്ടോ. കോമ്പൗണ്ടഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണ്ടോ? തന്ന എല്ലാ റേഷ്യോസും മൾട്ടിപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. സോ കോമ്പൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുക. സോ 2/3 ഇൻറ്റു 6/11 ഇൻറ്റു 11/2 അത്രേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതും നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നു വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം കട്ട് ചെയ്ത് കളയാൻ പറ്റും അല്ലേ? സോ ഇവിടെ 11 കട്ട് ചെയ്തു, 2 നമ്മൾ കട്ട് ചെയ്തു. ഈ 3 6 നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇവിടെ എന്താ വരിക? 3 പോകുമ്പോൾ 2 വരും അല്ലേ? സോ 2/1 ആണ് റേഷ്യോ വരും. ഈ കട്ട് ചെയ്യലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെയാണ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ഇനിയും പറഞ്ഞ് സമയം കളയുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? 2/1 ആണ് എന്ന് കിട്ടി. സോ ഈ 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് ചിലവർക്ക് സംശയം വരിക. അതായത് 2/1 ഇത് 2:1 എന്നാണോ 1:2 എന്നാണോ എഴുതുക? ചിലവർക്ക് അവിടെയും സംശയം വരാറുണ്ട് കേട്ടോ. സോ ഇങ്ങനെ വന്നാൽ 2:1 ആണ്. ആലോചിക്കുക, 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ് മുകളിലത്തെ ന്യൂമറേറ്റർ ആണ് ആദ്യം എഴുതുക. ഇനിയിപ്പോൾ അതേപോലെ ഇപ്പോൾ 2/5 എന്താ എഴുതുക? ന്യൂമറേറ്റർ ആണ് ആദ്യം 2/5. സോ ഇവിടെ ആൻസർ എന്താ? 2:1. ഓപ്ഷൻ നമ്പർ ബി ആണ് ആൻസർ.
സ്പീഡ് കൂടുതലാവുന്നുണ്ടെങ്കിലോ എല്ലാം കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. ഓക്കെ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ. Seats of mathematics, physics, biology in a school are in the ratio 5:7:8. There is proposal to increase the seats by 40%, 50% and 70%, 75% respectively. What will be the ratio of increased seats? എന്താ ചോദ്യം? ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂളിൽ മാത്തമാറ്റിക്സിൻ്റെയും ഫിസിക്സിൻ്റെയും ബയോളജിയുടെയും സീറ്റ് എത്രയാണ്? 5:7:8 എന്നുള്ള റേഷ്യോയിലാണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം അത് അവിടെ എഴുതിയേക്കാം അല്ലേ. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ബയോളജി റേഷ്യോ എന്താ? 5:7:8 എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രപ്പോസൽ ടു ഇൻക്രീസ് ദീ സീറ്റ്സ്. നമ്മൾ പ്രപ്പോർഷൻ, അതായത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 40, അതായത് ഈ 5ന്റെ 40%, 7ന്റെ 50%, 8ന്റെ 75%. അപ്പോൾ ഇവിടെ കാണുന്ന, അതായത് 5ന്റെ 40% കാണുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഈ 3 0 ആഡ് ചെയ്യും. നമ്മൾ മുന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്ത് അതേപോലെ എന്ത് ചെയ്തു? സീറോസ് ആഡ് ചെയ്തു. നമ്മൾ 50, 70, 80 എന്നാക്കി. ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ ആഡ് ചെയ്യുക അല്ലെ പെർസെൻറ്റേജ്. ഞാൻ കുറച്ച് താഴേക്ക് എഴുതുക. ഇവിടെ ഒരു വൈറ്റ് കളർ പെന്നാവുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവില്ല കേട്ടോ. സോ 50, 70, 80. ഓക്കെ, അതേപോലെ എടുത്ത് എഴുതിയതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു? പ്രപ്പോസൽ ടു ഇൻക്രീസ് സീറ്റ് ബൈ 40%. മാത്തമാറ്റിക്സിൻ്റെ 40% സീറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്തു. 50യുടെ 40% എത്രയാണ്? 50യുടെ 10% എത്രയാണ്? 5 ആണ്. സോ 5 × 4 20 വന്നു അല്ലേ. ഇവിടെ 20 സീറ്റ് കൂട്ടി, പ്ലസ് ആണ്. ഇനി ഫിസിക്സിൽ നമ്മൾ എത്ര സീറ്റാണ് കൂട്ടുന്നത്? 50% സീറ്റ് കൂട്ടി. സോ 70ന്റെ പകുതി 35, അത് അതേപോലെ ഇവിടെ ഇൻക്രീസ് ചെയ്തു. ദെൻ ബയോളജിക്കാണെങ്കിലോ 75% സീറ്റാണ് ഇൻക്രീസ് ചെയ്തത്. ഇവിടെ 75 എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്താൽ റിവേഴ്സ് കണ്ടാൽ മതി. അതായത് 80 എന്ന് പറഞ്ഞാൽ 100%. ഇതിന് 10% എത്രയാണ്? 80യുടെ 10% എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 20% എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. 1 അതായത് ഇനി പകുതി കാണണം. 5% എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ 16 4 എത്ര വന്നു? ആലോചിക്കുക. 80 ആണ് ഫുള്ള്. 80ന്റെ 10% എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ 80ന്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 80ന്റെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. സോ എത്ര നമുക്ക് കിട്ടി? ഇത് നമ്മളിവിടെ കുറയ്ക്കുമ്പോൾ 80ൽ നിന്നും നമുക്കിവിടെ 60 ആണ് എന്ന് കിട്ടി. കാരണം റിവേഴ്സ് കണ്ടു, 25% കണ്ടു, അത് കുറച്ചു, അത്രയേ ഉള്ളൂ. സോ ടോട്ടൽ എത്ര വന്നു? 50, 20, 60, 70, 70, 30, 100, 105 ഈസ്റ്റു 80, 60 എന്ന് പറയുമ്പോൾ 80, 20, 100, 140. സോ റേഷ്യോ എത്ര വന്നു? 70:105 140. ഓപ്ഷൻസിൽ അത് ഉണ്ടാവില്ല, ഇനി ചെറുതാക്കണം, വെട്ടിക്കുറയ്ക്കണം. സോ 70, 105, 140 പോണ നമ്പർ ഏതാ ഉണ്ടാവുക? ജസ്റ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 70 ഉണ്ട്, 105 ഉണ്ട്, 140 ഉണ്ട്. 5 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പോകും, പക്ഷെ 5 കൊണ്ട് കുറേ നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും, വേണ്ടേ? സോ ജസ്റ്റ് ഒന്ന് ലോജിക്കൽ ആലോചിക്കുക. 70ന്റെ പകുതി എത്രയാ? 35. അപ്പോൾ ഈ 5 അവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലേ. ഇവിടെ എത്ര വരും? 35 കൊണ്ടാകുമ്പോൾ 2 ആണ് അല്ലേ? അതെ. 70, 30 എത്രയാ? 100. അപ്പോൾ ഒന്നും കൂടി കൂട്ടി എത്രയായി? ഇവിടെ 3 ആണ് വരുന്നത്, മനസ്സിലായില്ലേ? അതായത് 70, 30 എത്രയാണ്? 100 ആണ്. നമുക്ക് 35 കൂട്ടുമ്പോൾ എത്രയാണ്? 105. സോ 70 + 35 ആണ് എന്ത്? 105. ആകും പോയി. പ്ലസ് 35 കൂടി കൂട്ടുമ്പോൾ എത്രയാ? ആലോചിക്കുക, സിമ്പിളായിട്ട് നോക്കുക. 105 + 5 എത്രയാണ്? 110. 110 + 30 എത്രയാണ്? 140. സോ 2:3:4. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? 35 കൊണ്ട് ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് കട്ട് ചെയ്ത് പോയി. സോ 2:3:4. ഓപ്ഷൻ നമ്പർ എ ഈസ് ദ ആൻസർ. പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതൊന്നും കൂടി സിമ്പിൾ ആവുള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഒരു വട്ടം തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് കൺസെപ്റ്റ്സ് മനസ്സിലാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. റിപ്പീറ്റ് ആയിട്ട് കാണുക. സ്റ്റിൽ സംശയങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് അറിയിച്ചാൽ മതി, നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ആൻഡ് മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് നോക്കാം. ഇൻ എ കോളേജ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഈസ് 8:5. If there are 160 girls, the total number of students in the college is. അതൊരു കോളേജിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത് 8:5 ആണ്. ഗേൾസിൻ്റെ എണ്ണം 160 ആണെങ്കിൽ മൊത്തം എത്ര കുട്ടികളുണ്ട് എന്ന്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ബോയ്സ് ഈസ് ടു ഗേൾസ് എത്രയാണ്? 8:5 ആണ് എന്ന് പറഞ്ഞല്ലോ. ബട്ട് നമുക്ക് കറക്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മളോട് എന്ത് ചെയ്യും? എക്സ് ആഡ് ചെയ്യും. അതായത് എത്ര ബോയ്സ് എത്ര ഗേൾസ് നമുക്ക് അറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സും കൂടി ആഡ് ചെയ്തു. 8x:5x എന്നാക്കി. ഇനി എന്താ നമുക്ക് തന്നെ? 160 ആണ് ഗേൾസ് എന്ന് പറഞ്ഞു. സോ 5x എന്ന് പറയുന്നത് 160 ആണ് തന്നിട്ടുണ്ട്. എന്താ നമ്മളോട് കാണാൻ പറഞ്ഞേ?
ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസാണ് കാണാൻ പറഞ്ഞത് അല്ലേ. സോ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് എത്രയാണ് 8ഉം 5ഉം എത്ര 5ഉം 5ഉം 10ഉം 3ഉം 13. സോ 13x ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. 5x എത്രയാ 160. അപ്പൊ x എത്രയാ 160/5 അല്ലെ. നേരെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് മാത്രം. സോ 160/5 എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ് 32. അപ്പോൾ എക്സ് എത്രയാ അവിടെ നമുക്ക് കാണേണ്ട എത്രയാ ടോട്ടലാണ് 13 × x. സോ 13 × 32 13 × 32 എന്ന് പറയുമ്പോൾ 416. സോ 416 ഓപ്ഷൻ നമ്പർ ഡി ആണ് ആൻസർ. ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് ഞാനിങ്ങനെ വേഗം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഞാൻ ആ ഒരു മാത്തമാറ്റിക്സിന്റെ ബേസിക് സീരീസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിൽ ചെക്ക് ചെയ്താൽ അതിൽ കാണാൻ പറ്റും. മാത്തമാറ്റിക്സിന്റെ ബേസിക് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന എല്ലാ കാൽക്കുലേഷൻസ് എങ്ങനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. ആൻഡ് അവിടെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ മൂവിങ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ് ക്വസ്റ്റ്യൻ? The weights of A and B are in the ratio 2:3. എയുടെയും ബിയുടെയും വെയിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. A:B എന്ന് പറയുന്നത് എത്രയാണ് 2:3 ആണ്. Weight of and the weight B and C are in the ratio. ബിയുടെയും സിയുടെയും തന്നിട്ടുണ്ട്. B and C എന്ന് പറയുന്നത് 4:3 ആണ്. What is the weight of B if sum of weights of A, B and C? എയുടെയും ബിയുടെയും സിന്റെയും വെയിറ്റ്, അതായത് A + B + സിന്റെ വെയിറ്റ് 203 കിലോ ആണ് എന്നുണ്ടെങ്കിൽ ബിയുടെ വെയിറ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ വേഗം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ A:Bയും B:Cയും തന്നു. നമുക്കിവിടെ A:B:C കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് കാണാം. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ A:B:C എന്ന് എഴുതി. A:B എത്രയാ 2:3 ആണ്. ആൻഡ് B:C എത്രയാ 4:3 ആണ്. ഇതേപോലെ എഴുതുക. A:B B:C തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെങ്ങനെ ആദ്യം A:B:C എന്ന് എഴുതുക. എന്നിട്ട് A:Bന്റെ എത്രയാ 2:3. അത് അതേപോലെ എഴുതുക. B:C എന്ന് പറയുന്നത് 4:3 ആണ്. ഇതേപോലെ എഴുതി വെക്കുക. എന്നിട്ട് ഇതേ ഇൻറ്റു ഇത്, അതായത് എന്റെ വാല്യൂ എത്രയും വരിക എന്നാട്ടോ പറയുന്നത്. A:B:C കാണാനാണ് പറയുന്നത്. എന്റെ വാല്യൂ ഇതേ ഇൻറ്റു ഇതാണ്. സോ എത്ര വരിക? ഇതേ ഇൻറ്റു ഇത് എന്ന് പറയുമ്പോൾ 1 4 4 4 8 ഈസ്റ്റു. ബിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതേ ഇൻറ്റു ഇതാണ് വരിക കേട്ടോ. 4 × 3 എത്രയാ 12. 1 4 3 4 12. ഓക്കെ 12. ദെൻ ഇതിന്റെ സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 3 × 3 ഇങ്ങനെ വരും. സോ 3 × 3 3 9. സോ 8:12:9 ആണ് എന്ത് A:B:C എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇങ്ങോട്ട് വരും. അതായത് ഇതേ ഇൻറ്റു ഇത് പ്ലസ് ഇതേ ഇൻറ്റു ഇത് ആൻഡ് ഇതേ ഇൻറ്റു ഇത്. എന്റെ വാല്യൂ ഇതേ ഇൻറ്റു ഇതാണ്. ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതേ ഇൻറ്റു, അതായത് 2 × 4 ആണ് എന്റെ വാല്യൂ. ബിന്റെ വാല്യൂ 3 × 4 ആണ്. സിന്റെ വാല്യൂ 3 × 3 ആണ്. അപ്പൊ നമുക്ക് A:B:C എന്താന്നുള്ളത് കിട്ടി. ഇനി ഇതിന്റെയൊക്കെ സം എന്താണ്? 203 ആണ്. ഇത് മൂന്നും കൂട്ടിയാൽ നല്ല കേട്ടോ. 8x + 12x + 9x is equal to 203. ദാറ്റ് ഈസ് എത്രയാ 12ഉം 8 2ഉം 10ഉം 10ഉം 20ഉം 29. 29x is equal to 203. So x is equal to 203 divided by 29. ക്ലിയർ അല്ലേ? x is equal to 203 divided by 29 എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 7 ആണെന്ന് കിട്ടും. നമ്മളോട് കാണാൻ പറയുന്നത് എക്സിന്റെ വാല്യൂ അല്ല, ബിയുടെ വാല്യൂ ആണ്. ബി എത്രയാ 12x ആണ് അല്ലേ. സോ ബി എന്ന് പറയുന്നത് 12x ആണ്. എക്സിന്റെ വാല്യൂ 7 ആണെന്ന് അറിയുകൊണ്ട് 12 × 7 ആണ് നമുക്ക് ആൻസർ വരിക. എത്ര വരിക? 12 × 7 എന്ന് പറയുമ്പോൾ 84 വന്നു അല്ലേ. 7 × 10 എന്ന് പറയുമ്പോൾ 70 + 7 × 2 എന്ന് പറയുമ്പോൾ 14 വന്നു. അങ്ങനെ വന്നു. സോ ആൻസർ ഈസ് 84, ഓപ്ഷൻ നമ്പർ എ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഒറ്റവട്ടം തന്നെ കാണുമ്പോൾ മനസ്സിലാകുന്നില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് 1 2 വട്ടമോ കാണുക. ആൻഡ് ഈ എല്ലാ പാറ്റേൺസും നിങ്ങൾക്ക് പക്ക മനസ്സിലായിട്ടുണ്ടായിരിക്കണം കേട്ടോ. കാരണം മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ ക്വസ്റ്റ്യനും ക്ലിയർ ആയി മനസ്സിലാക്കി തന്നെ പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ തേർഡ് പ്രപ്പോർഷണൽ ടു 6 and 12. 6-ന്റെയും 12-ന്റെയും
തേർഡ് പ്രപ്പോർഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്താണ് ഇനി തേർഡ് പ്രപ്പോർഷൻ അല്ലേ? ഒന്നുമില്ല. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ അതായത് A/B ഈസ് ഈക്വൽ ടു B/C. ഇതാണ് നമ്മുടെ തേർഡ് പ്രപ്പോർഷൻ പറഞ്ഞാൽ കേട്ടോ. അതായത് 3 ഡിജിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. A/B ഈസ് ഈക്വൽ ടു B/C. ഇവിടെ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്, സി ആണ് കാണേണ്ടത്. സോ എഴുതിക്കോളൂ, എന്താ വരിക? 6/12 ഈസ് ഈക്വൽ ടു 12/C. സി എന്ന് കൊടുക്കാം. തേർഡ് പ്രപ്പോർഷൻ സി ആണ് കേട്ടോ. സോ 6/12 ഈക്വൽ ടു 12/C. സിന്റെ വാല്യൂ എത്രയാ? സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12 × 12 ഹരിക്കണം 6. വെട്ടിക്കുറച്ചൂടെ, ഇവിടെ 2 ആയി. സോ എന്ത് വന്നു? 24. ആൻസർ ഈസ് 24, ഓപ്ഷൻ നമ്പർ സി. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ട് കാണാം. തേർഡ് പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ A/B/C ആണ് ഉദ്ദേശിക്കുന്നത്. ആ സി കാണാൻ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈം അല്ലെങ്കിൽ ചെയ്തു പോകാൻ നിൽക്കരുത്. മാക്സിമം എഴുതി വെക്കുക. അപ്പം നമുക്ക് കട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ അറിയിച്ചാൽ മതി. അപ്പം ഇനി ഫോർത്ത് പ്രപ്പോർഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫോർത്ത് പ്രപ്പോർഷണൽ? ഫോർത്ത് പ്രപ്പോർഷൻ എന്താ? A/B 2 പ്രപ്പോർഷൻ, E/C കൊടുത്താൽ 3 പ്രപ്പോർഷൻ, E/4 എന്ന് കൊടുക്കുന്നത്, E/D എന്ന് കൊടുത്താൽ 4 പ്രപ്പോർഷൻ. ഫോർത്ത് പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ D കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എഴുതിക്കോളൂ. 3, 3, 6 അല്ലെങ്കിൽ E/2 ഉണ്ടെങ്കിൽ എഴുതാം അല്ലേ. 2, 8, 8 ഈസ് ഈക്വൽ ടു 1, 6, 1/X. X അഥവാ D. ഇതാണ് നമുക്ക് കാണേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ക്രോസ് ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ കുറച്ച് സ്റ്റെപ്പ്, അതായത് കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ആൻസർ വരെ 138 ആണ്. വേറെ ഒന്നും ചെയ്യാനുള്ള, കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുവെക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം? കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ആക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബേസിക് മാത്സിൻ്റെ സീരീസ് ഉണ്ട്, അതെന്തായാലും കാണാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ 9th ക്വസ്റ്റ്യൻ. If the 3 numbers is in the ratio 3:2:5 be such that the sum of the squares is equal to 1862, 1862, then which number is the middle one? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നാം, ബട്ട് കോംപ്ലിക്കേറ്റഡ് അല്ല, സിമ്പിൾ ആണ് കേട്ടോ. നോക്കാം നമുക്ക്. 3 numbers in the ratio 3:2:5 ആണ് പറഞ്ഞിട്ടുണ്ട്. Such that the sum of squares is equal to, അതായത് ഈ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ് എന്തിനോട് ഈക്വൽ ആണ്? ഈ 1862 ഈക്വൽ ആണ്. ഇവിടെ എന്ത് ചെയ്യണം? നമ്മളപ്പോൾ ആദ്യം ഇതിനൊക്കെ എക്സ് കൊടുക്കണം അല്ലേ. 3x + 2x + 5, എക്സ് കൊടുത്തു. നമ്മളെല്ലാത്തിനും എന്ത് ചെയ്തു? എക്സ് കൊടുത്തു. ഇനി എന്തും കൂടി പറഞ്ഞിട്ടുണ്ട്? സ്ക്വയർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സം ഓഫ് സ്ക്വയേഴ്സ്. അപ്പം ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യണം? സ്ക്വയേഴ്സ് ആക്കി നമ്മൾ എഴുതണം. അതായത് 3x സ്ക്വയർ എത്രയാണ് വരിക? 9x സ്ക്വയർ + 2x സ്ക്വയർ എത്രയാണ് വരിക? 4x സ്ക്വയർ + 5x സ്ക്വയർ എത്രയാണ് വരിക? 25x സ്ക്വയർ. ക്ലിയർ അല്ലേ? ഈ 3:2:5 എന്നുള്ളത് എന്തുകൊണ്ട് 9x സ്ക്വയർ + 4x സ്ക്വയർ + 25x സ്ക്വയർ ആയി എന്നുള്ളത് ക്ലിയർ അല്ലേ? ഒന്നും കൂടി ഞാൻ പറയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 നമ്പേഴ്സിന്റെ റേഷ്യോ 3:2:5 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത എന്താ പറഞ്ഞത്? ഈ നമ്പേഴ്സിന് സച്ച് ദാറ്റ് the sum of squares is equal to 1862. ഈ പറഞ്ഞ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന്റെ സമ്മ്. അപ്പൊ സമ്മ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എക്സ് ആഡ് ചെയ്യണം. അത് നിങ്ങൾ ബേസ് മനസ്സിലാക്കേണ്ട റൂൾ കേട്ടോ. സം ഈ തന്ന റേഷ്യോസിന്റെ സം എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണം? എക്സ് അവിടെ കൊടുക്കണം. ബട്ട് ഇവിടെ ജസ്റ്റ് സം അല്ല, എന്താണ്? സ്ക്വയേഴ്സിന്റെ സമ്മാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെല്ലാം സ്ക്വയേഴ്സും കൊടുത്തു. എന്തുകൊണ്ട് എക്സിന് എക്സ് സ്ക്വയർ വന്നു? 3x സ്ക്വയർ. സോ 3ന്റെ സ്ക്വയർ 9ഉം എക്സിന് സ്ക്വയർ എക്സ് സ്ക്വയറും കൊടുത്തു. അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 9x സ്ക്വയർ + 4x സ്ക്വയർ + 25x സ്ക്വയർ ഈസ് ഈക്വൽ ടു 1862 എന്ന് കിട്ടി. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 25ഉം 5ഉം 30ഉം 4ഉം 34ഉം 4ഉം 38. 38x സ്ക്വയർ ഈസ് ഈക്വൽ ടു 1862. So x square is equal to 1862 divided by 38. സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 49 ആണ് വരിക. അതോ 49 വരും. സോ എക്സ് സ്ക്വയറിന്റെ വാല്യൂ ആണ് 49. സോ എക്സിന്റെ വാല്യൂ എത്രയാ? √49. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അറിയാം 7 ആണ് അല്ലെ. √49 7 ആണ്. 7 അല്ല നമ്മളോട് കണ്ടെത്താൻ പറ്റില്ല. എന്താണ്? ദെൻ വിച്ച് നമ്പർ ഈസ് ദ മിഡിൽ വൺ? സെന്റർ, അതായത് മിഡിൽ നമ്പർ എന്താണ്? മിഡിൽ എത്രയാ? 2x ആണ്. സോ 2 × 7 14. അതായത് മിഡിൽ 2x ആണ് പറഞ്ഞിട്ടുണ്ട്. സോ 2 × 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 14, ഓപ്ഷൻ നമ്പർ ബി.
സിമ്പിൾ ആണ് അല്ലേ? ജസ്റ്റ് ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നേ ഉള്ളൂ. ലോജിക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ മാക്സിമം എല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Sanjay's test mark in 2 subjects, English and Hindi, are in the ratio 7:11. If he got 20 marks more in Hindi than English, what are his marks in English? ഈ ഒരു ക്വസ്റ്റ്യൻ പക്ക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. ബട്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. പക്ക സിമ്പിളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, സോ അത് ഞാൻ പറയാം. എന്താണ്? ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള മാർക്കിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് 7:11 ആണ് അല്ലെ? ക്വസ്റ്റ്യൻ തന്നുള്ളേ സഞ്ജയിന്റെ ടെസ്റ്റ് മാർക്ക് 2 സബ്ജക്റ്റിൽ എത്രയാണ്? ഇംഗ്ലീഷ്, ഹിന്ദി ആണ്. ആൻഡ് 7:11 ആണ് തന്നിട്ടുണ്ട്. ഇഫ് ഹി ഗോട്ട് 20 മാർക്സ് മോർ ഇൻ ഹിന്ദി, ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ 20 മാർക്ക് ഹിന്ദിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, തന്നോ? അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷിലെ മാർക്ക് എത്രയാണെന്നാണ്. ഒന്നും കൂടി ഞാൻ വ്യക്തമാക്കാം, കൺഫ്യൂഷൻ ആവണ്ട. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണെന്ന പക്ക സിമ്പിളുമാണ്. സഞ്ജയ് എന്ന് പറയുന്ന കുട്ടിക്ക് 2 സബ്ജക്റ്റിൽ നടത്തിയിട്ടുള്ള ടെസ്റ്റിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാർക്ക് കിട്ടിയിട്ടുള്ള മാർക്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:11 ആണ്. സഞ്ജയ്ക്ക് 20 മാർക്ക് ഹിന്ദിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ 20 മാർക്ക് സഞ്ജയ്ക്ക് ഹിന്ദിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ എത്ര മാർക്കാണെന്നാ ചോദ്യം. സോ ഇവിടെ ഈ റേഷ്യോ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി എത്രയാണ്? 7ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7ഉം 3ഉം 10ഉം 1ഉം 11. സോ 4 ആണ് ഡിഫറൻസ് അല്ലേ? അതായത് റേഷ്യോസ് തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഈ റേഷ്യോസിൽ 4 ഡിഫറൻസ് വന്നപ്പോൾ ആൻസറിൽ എത്ര മാറ്റം വന്നിട്ടുണ്ട്? 20 ആണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ? മനസ്സിലാക്കുക, സഞ്ജയ്ക്ക് 2 സബ്ജക്ട്സിൽ കിട്ടിയ മാർക്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 7:11 ആണ്. ആൻഡ് ഇവർ പറയുന്നത് എന്താ? സഞ്ജയ്ക്ക് 20 മാർക്കാണ് ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദിയിൽ കൂടുതൽ കിട്ടിയത്. ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദിയിൽ 20 മാർക്കാണ് കൂടിയിട്ടുള്ളത്. അതായത് ഈ റേഷ്യോയിൽ വരാനുള്ള മാറ്റം എന്താണ്? 20 മാർക്കാണ്. സോ ഈ റേഷ്യോയുടെ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഈ 4 എന്ന് പറയുന്ന റേഷ്യോയിൽ വന്ന മാറ്റം 20 മാർക്ക് കൂടിയത് കൊണ്ടാണ്. അപ്പൊ റേഷ്യോയിൽ ഒരു മാറ്റം വരണമെങ്കിൽ എത്രയാണ്? 1 എന്ന് പറയുന്നത് എത്രയാണ്? 20/4 ആണ്. ക്ലിയർ അല്ലേ? 4 എന്നുള്ള റേഷ്യോയിൽ 4 എന്നുള്ള മാറ്റം വരാൻ കാരണം 20 മാർക്കാണെങ്കിൽ 1 എന്നുള്ള മാറ്റം വരണമെങ്കിൽ എത്രയാണ്? 20/4. എത്ര വരും? 20/4 വരുമ്പോൾ 5 ആണ്. സോ 1 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഏതിലെ മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷിലെ മാർക്ക്. 1 എന്ന് പറയുന്നത് 5 ആണെങ്കിൽ 7 എന്ന് പറയുന്നത് എത്രയും? 7 × 5 അല്ലേ? 35. ആൻസർ ഈസ് 35. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. പക്കാ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. സോ സഞ്ജയ് എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് 2 സബ്ജക്ട്സിൽ കിട്ടിയിട്ടുള്ള മാർക്കിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും കിട്ടിയ മാർക്കിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അത് 7:11 ആണ്. അങ്ങനെയെങ്കിൽ 20 മാർക്കാണ് സഞ്ജയ്ക്ക് ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദിയിൽ കിട്ടിയിട്ടുള്ളത്. റേഷ്യോ നോക്കിയിട്ട് 7:11 ആണ്. സഞ്ജയ് എന്ന് പറയുന്ന കുട്ടിക്ക് ഹിന്ദിയിൽ ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ 20 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഹിന്ദിയിലാണ് കൂടുതൽ മാർക്ക് കിട്ടി, 20 മാർക്ക് കൂടുതലാണ്. അപ്പോൾ ഈ 20 മാർക്ക് കൂടിയപ്പോഴേക്കും റേഷ്യോയിൽ എത്ര മാറ്റം വന്നു? 4ന്റെ മാറ്റം വന്നു. 20 മാർക്ക് കൂടിയപ്പോൾ 4ന്റെ മാറ്റം വന്നു. അപ്പോൾ 1ന്റെ മാറ്റം വരണമെങ്കിൽ എത്രയാണ്? അപ്പോൾ 1ന്റെ വാല്യൂ എത്രയാണ്? 20/4 = 5. 1 5 ആണെങ്കിൽ 7 എത്രയാണ്? 7 × 5. സോ 35 മാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സഞ്ജയ്ക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുള്ളത്. ആൻഡ് ദ ആൻസർ ഈസ് 35, ഓപ്ഷൻ നമ്പർ എ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യും. കാരണം ഈ ഒരു സീരീസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഓരോ മോഡൽ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കണം. നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ മനസ്സിലാക്കാൻ വേണ്ടി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നില്ല. നമ്മൾ ഫോളോ ചെയ്ത പാറ്റേണിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. സോ നിങ്ങൾക്ക് കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആവാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആ ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഡീറ്റെയിൽ എലാബറേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്തായാലും സ്ട്രോങ് ആയിട്ട് തന്നെ നടക്കട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നെറ്റ് കോച്ചിങ് അക്കാഡമിയുടെ ഭാഗത്ത് നിന്നും
ഗുഡ് ബൈ.